ഗേസ്, ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഫേസിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ടാൻ, പിഗ്മെൻറ്റേഷൻ, പാടുകൾ, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഫേസിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ബോയ്സിനായാലും ഗേൾസിനായാലും ഈ പ്രശ്നങ്ങൾ ഒരുപോലെ തന്നെയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ വെറുതെ ഇരുന്നാൽ ഈ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ പറ്റില്ല. വെറുതെ പുറത്തു നിന്നുള്ള കെമിക്കൽ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്ത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കരുത്. നമ്മളതിലെ അഡിക്ഷൻ പോലെ ആയിപ്പോവും. അതുമാത്രമല്ല, അത് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു സ്വാഭാവിക ഭംഗി നിലനിർത്താൻ സാധിക്കില്ല. അതിനേക്കാൾ ഏറ്റവും ബെറ്റർ ആയുർവേദപരമായി അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമ്മുടെ സൗന്ദര്യം സംരക്ഷിക്കുക എന്നതാണ്. അതുപോലെ നമ്മൾ പുറത്തുനിന്ന് പ്രോഡക്റ്റുകൾ വാങ്ങുമ്പോൾ ബ്രാൻഡഡ് ആണോ എന്ന് നോക്കിയിട്ട് വേണം വാങ്ങാൻ. കുറഞ്ഞ ഐറ്റംസ് ഒന്നും വാങ്ങാൻ ശ്രമിക്കരുത്. അത് നമുക്ക് ഫേസിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ പോലെയുള്ള സെറം ഫേസിൽ യൂസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഡ്രൈനെസ് മാറാനും ഫേസിലെ പല പ്രശ്നങ്ങൾ മാറാനും നല്ലൊരു കാര്യമാണ് സെറം യൂസ് ചെയ്യുന്നത്. ഏജ്ഡ് ആവുന്നത് തടയാനൊക്കെ സെറം നല്ലൊരു ഡിസിഷനാണ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ സ്കിൻ റൂട്ടീനിൽ നാൽപ്പാമരാതി തൈലവും രക്തചന്ദന ഫേസ് പാക്കും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സൗന്ദര്യ സംരക്ഷണവുമായിട്ടാണ്. ആദ്യം നാൽപ്പാമരാതി തൈലം ഉപയോഗിച്ച് മുഖത്ത് 5 മിനിറ്റ് നേരം സൗമ്യമായി മസാജ് ചെയ്യുക. ശേഷം 20 മിനിറ്റ് കാത്തിരിക്കുക. ഇതിലൂടെ തൈലത്തിൻ്റെ ഗുണങ്ങൾ ചർമ്മത്തിലേക്ക് നന്നായി ആഗിരണം ചെയ്യാൻ സഹായിക്കും. അത് കഴിഞ്ഞ് രക്തചന്ദനത്തിൻ്റെ പൊടിയും റോസ് വാട്ടറും മിക്സ് ചെയ്ത് പാക്ക് രൂപത്തിലാക്കി ഈ ഫേസ് പാക്ക് തയ്യാറാക്കിയത് മുഖത്ത് ഒരുപോലെ പുരട്ടുക. 10 മിനിറ്റ് കഴിഞ്ഞ് സാധാരണ തണുത്ത വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. കഴുകി കളയുന്നതിന് മുന്നേ ചെറിയ രീതിയിൽ സ്ക്രബ് ചെയ്ത് കഴുകി കളയണം. എന്നാലേ നമ്മുടെ ഫേസിൽ നേരത്തെ അപ്ലൈ ചെയ്ത ഓയിലില്ലേ, എണ്ണ, നാൽപ്പാമരാതി തൈലം, അത് മുഴുവനായിട്ട് പോവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കളയുമ്പോൾ ആ മുഖത്ത് പറ്റിയിരിക്കുന്ന ആ തൈലവും കൂടി പോകുന്നതായിരിക്കും. ആൾറെഡി അതിൻ്റെ 20 മിനിറ്റ് കാത്തിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഗുണങ്ങളെല്ലാം ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങി കാണും. അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങി. ഒരു ആയുർവേദ തൈലമാണ് നാൽപ്പാമരാതി തൈലം. സാധാരണയായി ചർമ്മ സംരക്ഷണത്തിനും തിളക്കം വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുന്നതാണ്. മുഖത്തെയും ശരീരത്തെയും ടാൻ കുറയ്ക്കാൻ ഈ ഒരു നാൽപ്പാമരാതി തൈലം സഹായിക്കും. അതുപോലെ ചർമ്മത്തിന് മൃദുത്വവും തിളക്കവും നൽകുന്ന ഒരു ആയുർവേദ മരുന്ന് കൂടിയാണ് ഈ ഒരു നാൽപ്പാമരാതി തൈലം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓയിലി സ്കിന്നുകാർ തൈലം യൂസ് ചെയ്യുമ്പം ശ്രദ്ധിക്കണം. ഓയിലി ആയതുകൊണ്ട് തന്നെ മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാസത്തിൽ 2 തവണ യൂസ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ബെറ്റർ. പിന്നെ രക്തചന്ദനത്തിൻ്റെ പൊടി ഡ്രൈനെസ് ആക്കുന്നത് കൊണ്ട്, ഓയിൽ നമ്മുടെ സ്കിന്നിലുള്ള ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നത് കൊണ്ട് അത് നല്ലതാണ് ഓയിലി സ്കിന്നുകാർക്ക്. നമ്മൾ ആൾറെഡി തൈലം തേച്ചതിന് ശേഷം ഈ ഒരു രക്തചന്ദനത്തിൻ്റെ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം അത് സ്ക്രബ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും തൈലം ഫുള്ളായിട്ട് പോവും. അപ്പോൾ നോർമൽ സ്കിന്നുകാർക്കും ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും കോമ്പിനേഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. അതുപോലെ പിഗ്മെൻറ്റേഷൻ, കറുത്ത പാടുകൾ എന്നിവ കുറയ്ക്കാനൊക്കെ ഈ ഒരു നാൽപ്പാമരാതി തൈലം സഹായിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു തൈലമാണ് നാൽപ്പാമരാതി തൈലം. ഇതിൽ ചെറിയ രീതിയിൽ മഞ്ഞൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കിടക്കുന്നതിന് മുൻപ് തേക്കുകയാണെങ്കിൽ, ഇത് മുഖത്ത് അപ്ലൈ ചെയ്യുക, ഡ്രൈ സ്കിന്നുകാരുടെ കാര്യമാണ് പറയുന്നത്. ഡ്രൈ സ്കിന്നുകാർ കിടക്കുന്നതിന് മുന്നേ ഇത് മാത്രമായിട്ട്, ഈ ഒരു തൈലം മാത്രമായിട്ട് ഫേസിലൊന്ന് മസാജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് കടലമാവോ അല്ലെങ്കിൽ ഇതുപോലെ ഈ രക്തചന്ദനത്തിൻ്റെ പൊടി കൊണ്ട് സ്ക്രബ് ചെയ്ത് കളയുന്നത് നല്ലതായിരിക്കും. മുഖസംരക്ഷണത്തിൽ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പ്രകൃതിദത്ത ഘടകമാണ് രക്തചന്ദനം. ചർമ്മത്തിന് തണുപ്പ് നൽകാൻ സഹായിക്കും. അതുപോലെ എണ്ണമയം കുറയ്ക്കാൻ സഹായിക്കും. പാടുകൾ മാറാൻ സഹായിക്കും. മുഖത്തിന് തിളക്കം നൽകാനും രക്തചന്ദനം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. രക്തചന്ദനവും പിന്നെ അതുപോലെ റോസ് വാട്ടറും കൂടി യൂസ് ചെയ്യുമ്പോൾ അത് കൂടുതൽ എഫക്റ്റ് ആയിരിക്കും. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിൽ സോഫ്റ്റ് നിലനിർത്താനും സ്കിന്നിൽ ജലാംശം നിലനിർത്താനും ഹൈഡ്രേറ്റഡ് ആക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് റോസ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക. ഫേസിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും, 100% ഞാൻ ഉറപ്പ് പറയുന്നു. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തുടർന്നും ഇതുപോലുള്ള ബ്യൂട്ടി ടിപ്സുമായി ഞാൻ എത്തുന്നതായിരിക്കും.